നമസ്കാരം. യമന്റെയും ഇറാന്റെയും പിന്തുണയുള്ള ഹൂത്തികളുടെ ആക്രമണത്തിൽ പ്രവർത്തനം താറുമാറായ ചെങ്കടലിനോട് ചേർന്നുള്ള ഇസ്രായേൽ തുറമുഖം ഈലത്ത് കടുത്ത പ്രതിസന്ധിയിലാണിപ്പോൾ. ഹൂതി ആക്രമണത്തിൽ പ്രവർത്തനം നിശ്ചലമായി ഇരു തുറമുഖം അടച്ചുപൂട്ടിയതോടെ വലിയ നഷ്ടമാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം. വരുമാനം കുറയുകയും നികുതി അടയ്ക്കാൻ സാധിക്കാതെ വരികയും ചെയ്തതാണ് തുറമുഖ പ്രവർത്തനം നിർത്തിവെക്കാൻ കാരണമായത്. ഇസ്രായേലിനെ ലക്ഷ്യമിട്ട ഇടയ്ക്കിടെ മിസൈൽ ആക്രമണവും ഹൂത്തികൾ നടത്തുന്നുണ്ട്. ഇതുകാരണം ഈലത്ത് തുറമുഖത്തേക്ക് ചരക്കുകൾ എത്താതെയായി. പ്രതിസന്ധി പരിഹരിക്കാൻ സർക്കാരിൻ്റെ ഇടപെടൽ വേണമെന്ന് അധികൃതർ ആവശ്യപ്പെട്ടിരുന്നതാണ്. എന്നിട്ടും ഫലമുണ്ടായില്ല. ഇസ്രായേലിലേക്കും തിരിച്ച് ഇന്ത്യ, ചൈന, ഓസ്ട്രേലിയ, തെക്ക് കിഴക്കൻ ഏഷ്യ എന്നിവിടങ്ങളിലേക്ക് ചരക്കുകൾ പ്രധാനമായും നീക്കം ചെയ്തിരുന്നത് ഈ തുറമുഖം വഴിയായിരുന്നു. ഇസ്രായേലിലേക്കുള്ള മൊത്തം വാഹന ഇറക്കുമതിയുടെ 50% നടന്നിരുന്നതും ഈലത്ത് മുഖേനയാണ്. നിലവിൽ കപ്പലുകൾ ആഫ്രിക്കയെ ചുറ്റി മെഡിറ്ററേനിയൻ പാതയാണ് തിരഞ്ഞെടുക്കുന്നത്. ഇത് സമയനഷ്ടത്തിന് പുറമെ ഉയർന്ന സാമ്പത്തിക ചെലവിനും വഴിവെച്ചിട്ടുണ്ട്. ഇസ്രായേലിൻ്റെ തെക്കൻ കവാടമായ ഈലത്ത് തുറമുഖത്തിൻ്റെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും അവസാനിച്ചതോടെ ഗുരുതര സാഹചര്യമാണ് ഇപ്പോൾ അവിടെയുള്ളത്. ഇതോടെ വരുമാനം 90%-ലധികം കുറയുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ 20 മാസമായി തുറമുഖത്ത് പൂർണ്ണമായൊരു പ്രവർത്തനം നടക്കുന്നില്ല. തുറമുഖം അടച്ചുപൂട്ടലിൻ്റെ വക്കിലാണെന്ന ഇസ്രായേൽ തുറമുഖ അതോറിറ്റിയും നാഷണൽ എമർജൻസി അതോറിറ്റിയും നേരത്തെ തന്നെ സ്ഥിരീകരിച്ചതാണ്. വരുമാനം നിലച്ചതും ഇടപാടുകൾ നടക്കാതെയും വന്നതോടെ തുറമുഖത്തിൻ്റെ അക്കൗണ്ടുകൾ മരവിപ്പിച്ചിരുന്നു. തുറമുഖത്തിലെ ജീവനക്കാരുടെ തൊഴിലും പ്രതിസന്ധിയിൽ തുടരുകയാണ്. തുറമുഖത്തേക്ക് എത്താൻ കപ്പലുകൾക്ക് പേടിയാണ് എന്നതാണ് യാഥാർത്ഥ്യം. ഇസ്രായേൽ ഹമാസ് ഏറ്റുമുട്ടൽ രൂക്ഷമായതിന് പിന്നാലെയാണ് ഹൂത്തികൾ ഈലത്ത് തുറമുഖം ആക്രമിക്കാൻ കുറച്ചുകൂടി സജ്ജമായി എത്തിയത്. ഇതോടെ പ്രവർത്തനം തടസ്സപ്പെടുകയും മറ്റ് കപ്പലുകൾ എത്താൻ മടിക്കുകയും ചെയ്തു. തുറമുഖത്തേക്ക് എത്തുന്ന ചരക്കു കപ്പലുകളെ ഹമാസ് ലക്ഷ്യമിടുന്നതാണ് തിരിച്ചടിയായത്. 2023 നവംബർ മുതൽ ഹൂത്തികൾ വാണിജ്യ കപ്പലുകളിൽ 70-ലധികം ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നും 12 കപ്പലുകൾക്കെങ്കിലും കാര്യമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നും സമുദ്ര ഇൻ്റലിജൻസ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ഇസ്രായേലിൻ്റെ സമുദ്ര വ്യാപാരത്തിൻ്റെ ഭൂരിഭാഗവും മെഡിറ്ററേനിയനിലെ ഹൈഫ, അഷ്ദോദ് തുറമുഖങ്ങളിലൂടെയാണ്. ഇതുവഴി കടന്നു പോകുമ്പോൾ ചൈന ഉൾപ്പെടെയുള്ള കിഴക്കൻ ഏഷ്യയിൽ നിന്നുള്ള ഏതാനും ഇറക്കുമതികൾക്ക് ഈലത്ത് ഒരു പ്രധാന പ്രവേശന കേന്ദ്രമാണ്. അടുത്തിടെ ചെങ്കടലിൽ ഏതാനും ഗ്രീക്ക് എണ്ണ കപ്പലുകൾക്ക് നേരെയും ഹൂത്തികൾ ആക്രമണം നടത്തിയിരുന്നു. ഇത് രാജ്യാന്തര എണ്ണവില കൂടാനും ഇടയാക്കിയിരുന്നു. ഇസ്രായേലിലേക്കും തിരിച്ചുമുള്ള ചരക്ക് നീക്കത്തിൻ്റെ 98% കടൽ വഴിയാണെന്നതിനാൽ ചെങ്കടലിലെ പ്രക്ഷോഭവും ഈലത്തിൻ്റെ പ്രവർത്തനം നിലച്ചതും ഇസ്രായേലിന് വലിയ തിരിച്ചടിയായി മാറിയിട്ടുണ്ട്. നിലവിൽ മെഡിറ്ററേനിയൻ ഭാഗത്തുള്ള ഇസ്രായേലിൻ്റെ തന്ത്രപ്രധാന തുറമുഖം ഇന്ത്യൻ ശതകോടീശ്വരൻ ഗൗതം അദാനിയുടെ അദാനി ഗ്രൂപ്പിൻ്റെ നിയന്ത്രണത്തിലുള്ള ഹൈഫ തുറമുഖം വഴിയാണ് ചരക്ക് നീക്കം കൂടുതലായി നടക്കുന്നത്. ഇപ്പോൾ ഈലത്ത് തുറമുഖത്തിൻ്റെ പ്രവർത്തനം നിശ്ചലമായതോടെയാണ് ചരക്ക് നീക്കം ഗൗതം അദാനി ഗ്രൂപ്പിൻ്റെ നിയന്ത്രണത്തിലുള്ള ഹൈഫ തുറമുഖം വഴി നടക്കുന്നത്. ഇസ്രായേലിൻ്റെ ഗാഡോട്ട് ഗ്രൂപ്പുമായി പങ്കാളിത്തത്തിൽ 2023 വൻ തുക നൽകിയാണ് അദാനി പോർട്സ് ഹൈഫ തുറമുഖം ഏറ്റെടുത്തത്. അദാനി പോർട്സിന് 70% ഓഹരിയാണ് ഇവിടെയുള്ളത്. ഇസ്രായേലിന് തിരിച്ചടിയാണെങ്കിലും ഇത് യഥാർത്ഥത്തിൽ ഗുണം ചെയ്തത് അദാനിക്ക് തന്നെയാണ്.